Hello Roses, welcome back to Rose Malayalam. ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ നമ്മളിപ്പോൾ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട് കൊറോണ കാലമായ ശേഷം. അപ്പോൾ മാസ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലർക്ക് പിമ്പിൾസും സ്കിൻ കംപ്ലൈൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. മാസ്ക്നെ എന്ന് പറയും, മാസ്ക്+acne, മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ആക്നേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ തടയാം, വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആക്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആക്നെ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനൊരു DIY ഉണ്ട്, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആപ്പിൾ സൈഡർ വിനേഗർ വെച്ചിട്ടൊരു DIY പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1-2 ദിവസം തന്നെ ആ പിമ്പിൾസ് നന്നായിട്ട് കരിഞ്ഞ് കിട്ടുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഉപ്പിട്ട വെള്ളമില്ലേ, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചു കൊടുക്കുക. ആവി പിടിക്കുന്നത് 2 മിനിറ്റിൽ കൂടുതൽ നേരം നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല. 1-1.5 മിനിറ്റിൽ നമ്മൾ ആവി പിടിച്ച് നിർത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വന്നു കഴിഞ്ഞ പിമ്പിൾസിനെ മാറ്റാൻ പറ്റും. ഇനി നമുക്ക് പിമ്പിൾസ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ കട്ടി കുറഞ്ഞ മാസ്ക് യൂസ് ചെയ്യുക. 2 ലെയർ ഉള്ള മാസ്ക് യൂസ് ചെയ്താൽ മതിയാകും. 3-4 ലെയറുള്ള മാസ്ക് നമ്മൾ ഒരുപാട് പ്രൊട്ടക്ഷൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. 2 ലെയറുള്ള നല്ല കട്ടി കുറഞ്ഞ നല്ല കോട്ടൺ മെറ്റീരിയൽ, നമുക്ക് സ്കിന്നിന് ബ്രത്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനെയുള്ള മാസ്കുകൾ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ റീയൂസബിൾ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ്ക് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാകും. പറ്റുമെങ്കിൽ 4 മണിക്കൂർ ഇടവിട്ട് മാസ്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി വേർപ്പാകും. എസ്പെഷ്യലി ഓയിലി സ്കിന്നുള്ള ആൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും, ഭയങ്കരമായിട്ട് വേർത്ത് വരാറുണ്ട്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് ആക്നേസും ഭയങ്കരമായിട്ട് വേർപ്പ് തങ്ങി നിന്നിട്ട് ആക്നേസും ഒക്കെ വരുന്ന ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം 4 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഈ വേർത്തിരിക്കുന്ന മാസ്കിനെ അങ്ങ് മാറ്റി കൊടുക്കുക. അല്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാസ്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അടുത്ത് ഒരു 15 മിനിറ്റ് നമ്മൾ മാസ്ക് ഒന്ന് ഊരിയിട്ട് ഒന്ന് സ്കിന്നിനെ ഒന്ന് ബ്രത്ത് ചെയ്യാൻ വിടുക. പക്ഷെ പബ്ലിക് പ്ലേസിൽ നമുക്കത് പറ്റത്തില്ല. പറ്റുന്ന ഇടത്താണെങ്കിൽ മാത്രം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 മണിക്കൂറിന് ശേഷം മാസ്ക് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. സിന്തറ്റിക് മെറ്റീരിയലുള്ള മാസ്കുകൾ നിങ്ങൾ ഒഴിവാക്കുക. നൈലോൺ, പോളിസ്റ്റർ, റയോൺ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഇല്ലേ, അങ്ങനെയുള്ള മെറ്റീരിയൽസിലുള്ള മാസ്ക് നിങ്ങൾ ഒഴിവാക്കുക. അതിൽ വേർപ്പ് തങ്ങി നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ സ്കിന്നിന് ഒരാശ്വാസം, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മാസ്ക് നിങ്ങൾ ഒഴിവാക്കുക. മാസ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ പുതിയൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. കാരണം ഇതുകൊണ്ട് അലർജി ഉണ്ടാകുമോ, ഇറിറ്റേഷൻ ഉണ്ടാകുമോ, നമ്മുടെ സ്കിന്നത് നെഗറ്റീവ് ആക്ഷൻ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മാസ്കിൻ്റെ അടിയിൽ അത് യൂസ് ചെയ്തിട്ട് റിസ്ക് എടുക്കാതിരിക്കുക. എസ്പെഷ്യലി സെൻസിറ്റീവ് ആക്നെ പ്രോൺ ടൈപ്പുകാർ അങ്ങനെ മാസ്കിൻ്റെ അടിയിൽ പുതിയൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ആക്നെ വന്നാൽ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ ആക്നെയല്ല മാസ്കിനെ വന്നാൽ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ അത് വരാതിരിക്കാൻ മാസ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് എല്ലാവർക്കുള്ള ഡൗട്ടാണ്. ഇതിൻ്റെ അടിയിൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ മേക്കപ്പ് ചെയ്യാമോ, ഇങ്ങനെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം, പ്രോഡക്ട്സ് എല്ലാം തന്നെ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഡ്രൈ സ്കിൻ കാറ്റഗറിയിലുള്ള ഒരാൾ മോയ്സ്ചറൈസിങ് ക്രീമോ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും. അതുപോലെ തന്നെ നമ്മൾ ഓയിലി സ്കിന്നുള്ള ഒരാൾ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് സ്കിപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നതിന്, ഇപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ, മേക്കപ്പ് ആണെങ്കിൽ അതും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകണം. എന്നിട്ട് നമ്മൾ വേർപ്പ് ഒക്കെ മാറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓയിലി സ്കിൻകാർ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നോർമൽ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ലോഷൻ ഫോമിലുള്ളതും, അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ കാറ്റഗറിയിലുള്ളവർ ക്രീം ബേസ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്, അതായത് മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. അതാണ് മാസ്കിൻ്റെ അടിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുക. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് എക്സ്ട്രീംലി ഓയിലി ആകാനുള്ള ചാൻസും കുറയും, ഡ്രൈ സ്കിന്നിന് എക്സ്ട്രീംലി ഡ്രൈ ആകാനുള്ള സാധ്യതയും കുറയും. പിന്നെ മാസ്ക് വയ്ക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡ്രൈ ലിപ്സ്. നോർമലി ഡ്രൈ ലിപ്സ് ഉള്ള ഒരാൾക്ക് മാസ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വേഴ്സ് ആകുന്നുണ്ട് കണ്ടീഷൻ. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്യുക. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നത് നമുക്ക് തടയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. മാസ്ക് ഊരി വെള്ളം കുടിക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, മാസ്കിൻ്റെ അടിയിൽ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ നമ്മൾ അങ്ങനെ ഉള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പം വോൺ ക്ലോക്ക് പോർസ്, നോൺ കോമിഡോജനിക് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള പ്രോഡക്ട്സുകളില്ലേ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്താൽ ഒരു കുഴപ്പം ഉണ്ടാകില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു
രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5-6 മണി വരെ ഞാൻ മേക്കപ്പ് മാസ്കിൻ്റെ അടിയിൽ ഇട്ടിരുന്നിട്ടുണ്ട്. എനിക്കത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെയും വിചാരം മാസ്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മേക്കപ്പ് അടിയിലിട്ട് ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ നോക്കി കുഴപ്പമൊന്നുമില്ലാത്ത പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പിമ്പിൾസ് ഒന്നും വന്നില്ല. അങ്ങനെ യൂസ് ചെയ്തതുകൊണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഇപ്പം നമ്മുടെ പിമ്പിൾസ് ബ്ലാക്ക് ഔട്ട്സ് വരാത്ത രീതിയിലുള്ള പ്രോഡക്ട്സുകൾ കാണത്തില്ലേ, അങ്ങനെയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ബോണസ് പോയിന്റാണ്, പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ മാസ്കിനെ താഴോട്ട് വലിച്ചു വെച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് വീണ്ടും എടുത്ത് മുകളിലേക്ക് ഇടുന്ന ഒരു പ്രവണത പൊതുവേ ഉണ്ട്. അത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം നമ്മൾ താഴേക്ക് മാസ്ക് വലിക്കുമ്പോഴത്തേക്കും ഈ ഭാഗത്തുള്ള അണുക്കളും വേർപ്പും ഒക്കെ നമ്മുടെ ഈ മാസ്കിലായി കഴിഞ്ഞിട്ട് അതിനെ പിന്നെ നമ്മൾ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും അത് അവിടെയുള്ള വേർപ്പും എല്ലാം കൂടെ അഡീഷണൽ നമ്മുടെ ഫേസിലോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. എസ്പെഷ്യലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാരില്ലേ, ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ താഴോട്ട് വലിച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ പിമ്പിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ മാസ്ക് വയ്ക്കുന്നതിൻ്റെ ഒരു ബെനഫിറ്റും അതുകൊണ്ട് കിട്ടാണ്ട് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത് റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കൊരു തിക്ക് മാസ്ക് യൂസ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ നിറയെ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് പഴുത്തിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെറ്റിലൊക്കെ കുറച്ച് സെർച്ച് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് ടിപ്സ് ആ സമയത്ത് യൂസ് ചെയ്തു. അങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തതും ഞാൻ യൂസ് ചെയ്ത ടിപ്സും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു, എസ്പെഷ്യലി ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പുകാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.